ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് 9th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ഇയർ 2024 ചോദിച്ച ഹാഫ് ഇയർലിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 18th ക്വസ്റ്റ്യൻ ആണ്. In the figure, sides of triangle ABC are 10, 8 and 6 centimeters. Angle A equal to angle RPQ 90 degree. Angle B is equal to angle PQR. അപ്പോൾ ഈ ഫിഗറിൽ തന്നെ ഈ തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട് അല്ലേ? ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ വീതം തന്നിരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് 90 ഡിഗ്രി, രണ്ട് ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുന്നത് അത് ഇവിടെ കാണാനുണ്ട് അല്ലേ? ഇവിടെ ഇങ്ങനെ ഈ ഫിഗറിൽ തന്നെ തന്നിട്ട് ഇതൊക്കെ നോക്കൂ, 90 ഡിഗ്രി അല്ലേ? ഇങ്ങനെ അവിടെ സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് നമുക്കറിയാം, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഒരു 90 ഡിഗ്രി ആണ് അല്ലേ? അപ്പൊ രണ്ട് മട്ട ത്രികോണം നമുക്ക് ഇവിടെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഇവിടെ കാണാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ രണ്ട് ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് ഓൾസോ ഈക്വൽ അല്ലേ? അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇവിടെ നോക്കി നോക്കൂ, ABC, ഈ ഒരു വലിയ ട്രയാങ്കിൾ, പുറത്തുള്ള വലിയ ട്രയാങ്കിൾ ABCയും അതേപോലെ തന്നെ ഉള്ളിലുള്ള സ്മോൾ ട്രയാങ്കിൾ PQR. അപ്പോൾ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇനി രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് വീതം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവാനാണ് സാധ്യത. നമുക്ക് നോക്കി നോക്കാം, കാരണം അത് ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സിമിലർ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ 90 ഡിഗ്രി 90 ഡിഗ്രി രണ്ട് ട്രയാങ്കിളിലും ഓരോ ആംഗിൾ തന്നിട്ടുണ്ട്, അപ്പോൾ ഒരു ആംഗിൾ അവിടെ കിട്ടി. ഇനി അതേപോലെ തന്നെ ഈ ആംഗിളും രണ്ട് ട്രയാങ്കിളിന്റെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആംഗിൾ ക്രൈറ്റീരിയ കിട്ടി. അപ്പൊ ആംഗിൾ ക്രൈറ്റീരിയ നമുക്ക് എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളുമായിട്ട് സിമിലർ ആണെങ്കിൽ ദേ ആർ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് അല്ലെ? എന്ന് വെച്ചാൽ സിമിലർ ട്രയാങ്കിൾസ്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ആംഗിള് മറ്റേ രണ്ട് ആംഗിളിന് തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആവും. അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലാവണത്? ട്രയാങ്കിൾ PQR ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ABC. ഇനി സിമിലാരിറ്റിയുടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താണ്? സിമിലർ ആണെങ്കിൽ സൈഡ്സ് ആർ പ്രപ്പോർഷണൽ അല്ലെ? അപ്പൊ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഓരോ സൈഡ്സും നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. കാരണം അതിൽ നിന്ന് നമുക്ക് നമ്പർ 1 3 ക്വസ്റ്റ്യൻസ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കൂ. ഇഫ് PR ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഈ PQR എന്നുള്ള ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് PR 3 സെന്റിമീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PQ? ഈ ഒരു PQ എന്ന് പറഞ്ഞതിന്റെ ലെങ്ത് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കുകയും നമ്മൾ പ്രപ്പോർഷണൽ ആയിട്ട് സൈഡ്സ് എഴുതി നോക്കാം. അപ്പോൾ തന്ന ഭാഗങ്ങളൊക്കെ കൊടുത്ത് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു വശം അവിടുന്ന് കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് പ്രപ്പോർഷണൽ ആയിട്ട് എഴുതാം. സൈഡ്സ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, 90 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഫസ്റ്റ് സൈഡാണ് എഴുതാൻ പോകുന്നത്. 90 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ RQ ബൈ ഇവിടെ 90 ഏതാ? ഇതാണ്. അപ്പൊ 90ന്റെ ഓപ്പോസിറ്റ് ഏത് സൈഡാണ്? BC ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് PR. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി PR. അതിന് തുല്യമായിട്ട് ഏത് ആംഗിളാണ്? ഈ ആംഗിളാണ്. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്താണ്? AC ഈക്വൽ ടു, ഇനി നമുക്ക് കിട്ടിയ ആംഗിൾ ഏതാണ്? ഇതും സിമിലർ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോ Rന്റെ ഓപ്പോസിറ്റ് PQ, ഇവിടെ Cന്റെ ഓപ്പോസിറ്റ് അല്ലെ? ഇവിടെ Cന്റെ ഓപ്പോസിറ്റ് ഏതാണ്? AB. അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ 3 സൈഡ്സിന്റെ എന്തുണ്ട്? 3 സൈഡ്സും പ്രപ്പോർഷണൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാം നമ്മളിവിടെ ഫൈൻഡ് ചെയ്യണ്ട. നമ്മൾ ചോദ്യം നോക്കി നോക്കൂ. PR 3 ആണെങ്കിൽ PQ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു PQ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ? അപ്പോ ഈ PQ ബൈ ABയും പിന്നെ വേറെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് വിചാരിക്കാം. ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്യുക, ഇതിന്റെ വാല്യൂ കൊടുക്കുക. PR എത്രയാണ്? PR ഓൾറെഡി 3 തന്നിട്ടുണ്ട്. AC എത്രയാണ്? ക്വസ്റ്റ്യനിലുണ്ട് 6 ആണ്. PQ നമുക്ക് കണ്ടുപിടിക്കണം.
AB എത്രയാണ്? 8 ആണ്. ഓക്കെ, ഇനി 3 എത്ര ടൈംസ്? 2 ടൈംസ് അല്ലേ? അപ്പോൾ 1/2 എന്ന് പറയുന്നത് PQ/8 എന്ന് കിട്ടി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ഈസ് ഈക്വൽ ടു 2 PQ എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 8/2 ആണല്ലോ നമ്മളുടെ PQ എന്ന് പറയുന്നത്. അപ്പോൾ PQവിന്റെ വാല്യൂ എത്രയായി? 4. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അതാണ് നമ്മളുടെ ആദ്യത്തെ ഫസ്റ്റ് ചോദ്യം. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQRന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR നമുക്കറിയാലോ, ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ ട്രയാങ്കിൾ PQRന്റെ PQ നമുക്ക് കിട്ടിയത് 4 ആണ്. ഹൈറ്റ് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ടായിരുന്നു. സോ 12/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6 സെന്റിമീറ്റർ അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എത്രയാണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് PQR ആൻഡ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ PQR ആൻഡ് ട്രയാങ്കിൾ ABCന്റെ ഏരിയ തമ്മിലുള്ള എന്താണ് റിലേഷൻ എഴുതാം. അപ്പൊ ട്രയാങ്കിൾ PQRന്റെ ഏരിയ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് എന്തിന്റെ ഏരിയയും കൂടിയും കാണണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCയും കൂടി കാണണം, വേണ്ടേ? ട്രയാങ്കിൾ ABCന്റെയും കൂടി നമ്മൾ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 48ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 24 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 24 ആണ് കിട്ടുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ റിലേഷൻ എഴുതണമെങ്കിൽ എത്ര ടൈംസ് ആണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ വലിയ ട്രയാങ്കിളിന്റെ നോക്കിയാൽ ട്രയാങ്കിൾ ഓഫ് ABC ഡിവൈഡഡ് ബൈ ട്രയാങ്കിൾ ഓഫ് എന്ത്? PQR. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ട്രയാങ്കിൾ ഓഫ് റിലേഷൻ. അപ്പൊ C പാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. C പാർട്ടിന്റെ ആൻസർ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ PQRന്റെ നമുക്ക് എത്ര കിട്ടിയത്? 6 സെന്റിമീറ്റർ സ്ക്വയറും കിട്ടി. ഇവിടെ എത്രയാണ്? 24 സെന്റിമീറ്റർ സ്ക്വയറും കിട്ടി. സെന്റിമീറ്റർ സ്ക്വയർ പോയി 6 4 ടൈംസ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1/4. അപ്പോൾ എത്ര ടൈംസ് ആണ് ഇതുള്ളത്? എത്ര ടൈംസ് വലുതാണ് ഇതിനെക്കാട്ടിലും? അപ്പോൾ 4 ടൈംസ് അല്ലേ? അപ്പോൾ ഇവിടെ 1:4. 1:4 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, 1/4. അപ്പോൾ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQRന്റെയും ട്രയാങ്കിൾ ABCന്റെയും റിലേഷൻ എന്താണ്? 1/4 ആയിട്ട്. എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടും എത്രയേലും എന്തുണ്ട്? 4 ഇരട്ടിയുണ്ട് ആ വലിയ ട്രയാങ്കിൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. A square and 2 semicircles are drawn as shown in the figure. അല്ലേ? Side of the square is 6 centimeter. ഈ ഫിഗറിൽ കാണിച്ച പോലെ തന്നെ 2 അർദ്ധവൃത്തങ്ങൾ തന്നിട്ടുണ്ട്, ഒരു സ്ക്വയറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ സൈഡൊക്കെ തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ വശം 6 ആണ്. അപ്പോൾ ഈ എല്ലാ വശവും എന്തായിരിക്കും? 6 ആവും അല്ലേ? എല്ലാ സൈഡ്സും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ? നമുക്കതൊന്നും ചെയ്യാതെ തന്നെ പറയാം. കാരണം ഈ അർദ്ധവൃത്തം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർക്കിൾ കിട്ടും. സർക്കിളിന്റെ ഡയമീറ്റർ ഇവിടെ വ്യാസം എത്രയാണ്? 6 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് സൈഡ് ഇത് രണ്ടും ജോയിൻ ചെയ്താൽ നമുക്കറിയാം ഇത് നമുക്ക് ഡയമീറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ 6ന്റെ പകുതി എത്രയാണ്? 3. അപ്പോൾ റേഡിയസ് എത്ര കിട്ടി? റേഡിയസ് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഇതിന്റെ ചുറ്റളവ് കാണണം. ഈ ഫിഗറിന്റെ മൊത്തത്തിന്റെ ചുറ്റളവ് കാണണം. അപ്പൊ ഈ ഫിഗറിന്റെ ചുറ്റളവ് മൊത്തം നമുക്ക് ആഡ് ചെയ്യണമല്ലോ അല്ലെ? അപ്പോൾ ഈ ഒരു വളഞ്ഞ ഭാഗം ആഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഈ ഒരു 6 പെരിമീറ്റർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 6 + 6 നമ്മൾ ഓൾറെഡി എഴുതി.
ഈ 2 സൈഡ് എഴുതി. ഇനി ഇത് എഴുതണമെങ്കിൽ ഈ 2 സെമി സർക്കിളും നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു സർക്കിൾ കിട്ടും. സർക്കിളിന്റെ പെരിമീറ്റർ കാണാൻ ഉള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? 2 × പൈ × r ആണ്. 2 പൈ r. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 പൈ r കിട്ടി. അപ്പൊ ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് സർക്കിൾ കിട്ടണോണ്ടാണ് നമ്മൾ ഈ 6ഉം 6ഉം ഇത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് ഇതിന്റെ ഉള്ളിൽ പോയി. ആ സർക്കിളിന്റെ എന്തായി പോയി? ഡയമീറ്റർ ആയിട്ട് പോയി. അപ്പൊ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സോ 6 + 6 12, 12 + 2 × പൈ ഇവിടെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 3.14 എന്ന് തന്നെ എടുക്കണം. റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി 3. ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 6 × 3.14. അപ്പോൾ ഇവിടെ 12 + 3.14നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുക 18.84 ആണ്. അപ്പോൾ 12ൽ 18.84 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 30.84 ആണ് സെന്റിമീറ്റർ. അപ്പോൾ ഈ ഫിഗറിന്റെ നമുക്ക് മൊത്തം ചുറ്റളവ് എത്ര കിട്ടി? 30.84 കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ തരുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നമുക്ക് ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.